കേതുവിൻ്റെ സ്വാധീനം കാരണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വ്യായാമം പതിവാക്കുക. മതിയായ വിശ്രമം എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. മാസാദ്യം ഊർജ്ജം ഉണ്ടാകുമെങ്കിലും അമിത പ്രയത്നം ഒഴിവാക്കേണ്ടതാണ്. മാസമധ്യത്തിൽ ചെറിയ ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. മാനസിക ആരോഗ്യം ശ്രദ്ധിക്കണം. മാസാവസാനം ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല സമയം ചെലവഴിക്കാൻ അവസരം കിട്ടും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയുടെ സ്വാധീനം കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകാനിടയുണ്ട്. രാഹുവിൻ്റെ സാന്നിധ്യം ചില തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയേക്കും. സംയമനത്തോടും സ്നേഹത്തോടും പെരുമാറുക. തുറന്നു സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രണയപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങളാണുള്ളത്. ശുക്രൻ്റെ അനുകൂലമായ സ്ഥാനം പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും അടുപ്പവും നൽകും. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും അനുഭവപ്പെടും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ ഇടയുണ്ട്. തുറന്നു സംസാരിക്കുന്നവരുടെ ഇത് ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ്. അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതുമാണ്. വിദ്യാഭ്യാസം നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്.